Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon to all. Okay, we can start. Who is going to do prayer? Miss Prayerum Saininu Njananu. Prayer. Dear Lord, we invite your presence in our classroom. Lord, bless each student here, as well as our teachers, as we embark on another day of learning. Please give us clear minds and open hearts so we can grasp the knowledge and lessons set before us. Thank you. Good afternoon, Miss, and good afternoon, my dear friends. Today, I want to tell you a beautiful quote of Miss Helen Keller. The quote is that alone we can do so little, together we can do so much. ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് കുറച്ചു മാത്രം ചെയ്യാൻ സാധിക്കും, ഒന്നിച്ചാണെങ്കിൽ നമുക്ക് വളരെയധികം ചെയ്യാൻ സാധിക്കും. സൈൻ ഇൻ ബൈ പിങ്കി. താങ്ക് യു മാം. ഞാൻ ചാറ്റ് ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് എടുക്കാം, സേവ് ചെയ്യാം. ഓക്കെ. പിന്നെ മോസ്റ്റ് പ്രോബ്ലി പകൽ ടൈമിലും ഞാൻ ക്ലാസ്സിലായിരിക്കും. സാറ്റർഡേ സൺഡേ മിക്കവാറും ക്ലാസ്സസ് ഉണ്ടാവില്ല. പുറത്ത് വേറെ എന്തെങ്കിലും ക്ലാസ്സിൽ പോവുമെങ്കിലേ ഉള്ളൂ. ക്ലാസ് ടൈമിൽ ഞാൻ അറ്റൻഡ് ചെയ്യില്ല. പക്ഷെ കോൾ ബാക്ക് ചെയ്യാൻ ചിലപ്പോൾ ഞാൻ വിട്ടുപോകും കുറെ കോൾസ് വരുമ്പോഴേ. അപ്പൊ നിങ്ങളൊരു മെസ്സേജ് ഇടുക. ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ മെസ്സേജും ഇട്ടിട്ട് പേരും ബാച്ചും കൂടി ഇടുവാണെങ്കിൽ എനിക്ക് സേവ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഓക്കെ. Okay, thank you, ma'am. Okay, then so we can start. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ആക്ടിവിറ്റി, അത് വിത്ത് യുവർ പെർമിഷൻ നിങ്ങൾക്ക് എല്ലാവരും ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ തരുള്ളൂ. നിങ്ങളുടെ ബാച്ചിന്റെ, നിങ്ങൾ MT5 ആണല്ലോ, ബാച്ചിന്റെ ഒരു ഹാൻഡ് റിട്ടൺ മാഗസിൻ റെഡിയാക്കാൻ നിങ്ങൾ റെഡിയാണ്. ക്ലിയർ ആയോ? ചോദിച്ചു പറഞ്ഞത് ക്ലിയർ ആയോ? മാഗസിൻ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മാഗസിൻസ് റെഡിയാക്കാറില്ലേ? അതുപോലെ ഹാൻഡ് റിട്ടൺ പോസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. പ്രിന്റ് എടുക്കുവോ അങ്ങനെ ബൈൻഡ് ചെയ്യോ അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട. ഒരു ഹാൻഡ് റിട്ടൺ മാഗസിൻ നിങ്ങൾക്ക് തന്നെ അത് നല്ല രീതിയിൽ ബൈൻഡ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ലോ കോസ്റ്റ് രീതിയിൽ ഒക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം. പക്ഷെ ഒരു നിർബന്ധം, ഇത് നിങ്ങൾ മാഗസിന് റെഡി ആണെങ്കിൽ കമ്പൽസറി ആയിട്ട് എല്ലാവരുടെയും ഒരു ആർട്ടിക്കിൾ അതിൽ വേണം. ഒരു കോട്ടാകാം, സ്വന്തമായിട്ട് കോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്, അല്ലെങ്കിൽ ഏതെങ്കിലും എമിനന്റ് പേഴ്സൺസിന്റെ കളക്ട് ചെയ്ത് അങ്ങനെ. അപ്പൊ എല്ലാവരും കോട്ട് ചെയ്യരുത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് മാഗസിൻ ഒരു കമ്മിറ്റി ഫോം ചെയ്യുക, മാഗസിൻ എഡിറ്റർ അങ്ങനെയുള്ള ആളുകളൊക്കെ വേണമല്ലോ, എന്നാലല്ലേ മാഗസിൻ. അല്ലെങ്കിൽ എല്ലാവരും ഒരേ സാധനം. ചിലപ്പോൾ ചിലർക്ക് റൈംസിന് നല്ല ഒരു ഇംഗ്ലീഷിനാണ് കേട്ടോ നല്ലൊരു ഇതുണ്ടാവും, സ്റ്റോറി എഴുതാൻ പറ്റുന്നവരുണ്ടായിരിക്കും. അപ്പൊ ഓക്കെ, അപ്പൊ അതാണ് ഞാൻ അതിന്റെ ഒന്നുകൂടെ പറയാം. ഞാനത് ചോദിച്ചിട്ട് ക്ലാസ് റൂമിൽ സെൻഡ് ചെയ്യാൻ. ഹാൻഡ് റിട്ടൺ മാഗസിൻ വേണം ബാച്ചിന്. അതിന് നിങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് ചീഫ് എഡിറ്ററെ സെലക്ട് ചെയ്യാം. നമ്മൾ അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യുന്നതിന്റെ മീനിങ് അയാൾ മാത്രം ആ ജോലി ചെയ്യാന്നുള്ളതല്ല, ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ആ മാഗസീൻ നമുക്ക് ഫ്രണ്ട് പേജ് ഒരു ലേ ഔട്ട് പോലെ വേണ്ടേ? അതിന് പറ്റുന്ന ലേ ഔട്ട് ആർട്ടിസ്റ്റ് വേണം. പിന്നെ പേജിന് എന്തെങ്കിലും വെറൈറ്റി, ഒരു യുണീക്നെസ്, അപ്പൊ പേജ് ഡിസൈനർ വേണം. ഓക്കെ. പിന്നെ കാർട്ടൂൺ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത്, അങ്ങനെയാണ്. ഒരു മാഗസിൻ കമ്മിറ്റി ഫോം ചെയ്യാം. എല്ലാവരും കമ്മിറ്റി മെമ്പേഴ്സ് ആണ്. അതിലെ മെയിൻ ഇത് റോൾസ് ചെയ്യുന്നവരെ എല്ലാവരും കൂടെ ചേർന്ന് സെലക്ട് ചെയ്യാം. കണ്ടീഷൻ ഈസ് ദാറ്റ് എവ്രി വൺ ഹാസ് ടു കോൺട്രിബ്യൂട്ട് മിനിമം 1 item. ഓക്കെ. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് എല്ലാം എഴുതാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം മോണ്ടിസോറി മെത്തേഡ് കയറിയവര് പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യില്ല. എപ്പോഴും ശ്രദ്ധിക്കുക, മറ്റുള്ളവരുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളൊന്നും എഴുതരുത്. ബട്ട് കണ്ടന്റ് നല്ലതായിരിക്കണം, അത്രയേ ഉള്ളൂ. ആ രീതിയിൽ ഒരു മാഗസിൻ എഴുതുക. പിന്നെ കുറച്ചും കൂടെ ഐറ്റംസ് ഒക്കെ ഞാൻ ക്ലാസ് റൂമിൽ ഇടാം. ഓക്കെ അല്ലേ? ഓക്കെ.
സോ നമുക്ക് കോഴ്സ് തീരുന്നതിന് മുമ്പ് എത്ര യെസ് ഈ അനുഭവക്കുറിപ്പൊക്കെ എഴുതുമ്പോ നമുക്ക് മലയാളത്തിൽ എഴുതാമോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതണം? നമ്മുടെ മാഗസിൻ ഇംഗ്ലീഷാണ്, ശരിക്കും മോണ്ടിസോറിയുടെ മീഡിയം ഇംഗ്ലീഷാണ്. പിന്നെ നമുക്ക് ഓൺലൈനിൽ അത്രയും ഇംഗ്ലീഷിൽ തന്നെ എല്ലാ ആക്ടിവിറ്റി ഇപ്പം നമ്മൾ ഗ്രൗണ്ട് ലെവലാണെങ്കിൽ ഈ ഒരു വ്യത്യാസം വന്നേനെ, ഈ ഒരു ലാംഗ്വേജ്. കാരണം ഫുൾ ഡേ ഒക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ഇരിക്കുന്നേ, കുറേയൊക്കെ സംസാരിച്ച് ശരിയാവും. നമ്മൾ 1 hour വരുമ്പോൾ സ്ട്രിക്ട്ലി നിങ്ങൾ ഇംഗ്ലീഷ് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലരൊക്കെ ക്ലാസ്സിൽ നിന്ന് പോകും, റെക്കോർഡ് ക്ലാസ് മാത്രം കാണുന്ന രീതിയൊക്കെ വരും. അപ്പൊ അത് കൊണ്ട് നമുക്ക് സ്വയം തോന്നുക ഇറ്റ്സ് ഫോർ മീ, എനിക്ക് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് എന്നുള്ള രീതിയിൽ, ആ രീതിയിൽ നമ്മൾ മാറുമ്പോൾ തന്നെ കുറെ ശരിയാവും. സോ പ്ലീസ് ട്രൈ ടു ഡു. പിന്നെയും കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. സോ അത് ഞാൻ കുറച്ചിന്ന് പറയാം. നമ്മൾ ഓൾറെഡി നിങ്ങൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് നമ്പേഴ്സ് എഴുതിയിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും കളർ പേപ്പർ, ഇപ്പൊ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ ഒരു സ്കൂൾ ഗോയിങ് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കുറെ എന്തെങ്കിലുമൊക്കെ വർക്കിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും അല്ലെ, കളർ പേപ്പർ അങ്ങനെയുള്ളതൊക്കെ. കളർ പേപ്പറിനൊന്നും അങ്ങനെ വലിയ വിലയൊന്നുമില്ല. ക്രീപ്പ് പേപ്പർ വാങ്ങാൻ കളർ ബോക്സ് ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. കളർ ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് യെസ്, വെരി ഗുഡ്. ഓക്കെ, ഞാൻ പറയാൻ വന്നത് ഫ്ലവർ മേക്കിംഗ് ആണ്. ഒരു ഫ്ലവർ വേസ്റ്റ് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് നമുക്ക് കുറെ ബോട്ടിൽസ് നമുക്ക് കിട്ടുമല്ലോ. ആ ബോട്ടിൽസിൽ നിന്ന് നിങ്ങൾ പഴയൊരു ബോട്ടിൽ എടുത്തൊരു ഫ്ലവർ വേസ്റ്റ് പോലെ ഉണ്ടാക്കുക. കളർ പേപ്പർ വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കി അതിൽ വെക്കുക. ഓക്കെ, ദെൻ വേറെന്താ, അങ്ങനെ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് മിനിമം ഒരു 2 items ഒക്കെ ഉണ്ടാക്കുക. മാഗസീന്റെ കാര്യം പറഞ്ഞു. പിന്നെ മാഗസീൻ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ലൈവ് ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സാറിനെ മാമിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് മാഗസീൻ നമുക്ക് അത് എന്താ പറയാ റിലീസ് ചെയ്യാം. മാഗസീൻ റിലീസ് ഒരു ഡേ നമുക്ക് വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിൽ ആ മാഗസീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, അതൊക്കെ ചെയ്യാം. അപ്പൊ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് അതിൽ നിന്നൊരു 2 items ഫ്ലവർ ആൻഡ് ഫ്ലവർ വേസ്റ്റ് അതും ചെയ്യാനായിട്ട് നോക്കുക. കൈറ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കൈറ്റ് ഉണ്ടാക്കുക. ബർത്ത്ഡേ കാർഡ് നമ്മളുടെ ഒരു ഫ്രണ്ടിനോ നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ ലൈഫ് പാർട്ട്ണർക്കോ നമ്മുടെ ടീച്ചർക്കോ ഒക്കെ നമ്മൾ ബർത്ത്ഡേക്ക് വിഷ് ഒക്കെ ചെയ്യൂലേ. അപ്പൊ നിങ്ങൾ എന്താണോ വിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഒരു ബർത്ത്ഡേ കാർഡ് വാങ്ങിക്കുകയല്ല, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ചാർട്ട് പേപ്പർ വെച്ചിട്ടോ കളർ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ A4 പേപ്പറിലോ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഒക്കെ എഴുതിയിട്ട് പടമൊക്കെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ പടമൊക്കെ വരച്ചിട്ട് ചെയ്യും. പിന്നെ നമ്മുടെ ഈ ക്ലാസ്സിലായിരുന്നു നമ്മൾ സ്നോഫ്ലേക്സ് ചെയ്തത്? അല്ല മാം. ഒറിഗാമി ചെയ്യാൻ ആർക്കെങ്കിലും അറിയോ? പേപ്പർ ക്രാഫ്റ്റ് അറിയോ? ഒറിഗാമി വേറൊരു സ്റ്റൈലാണ് പേപ്പർ ക്രാഫ്റ്റിലെ. എന്തെങ്കിലും പേപ്പർ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയും? അതറിയാം മാം, പേപ്പർ ക്രാഫ്റ്റ് അറിയാം. ഓക്കെ, നമുക്ക് ഒരു ദിവസം ക്ലാസ്സിൽ കുറച്ച് സമയം ഒരുമിച്ച് ചെയ്യാനല്ല, ഓരോരോ സമയം കിട്ടുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലാസ്സിൽ ഇത് അറിയാവുന്ന ഒരാൾക്ക് ക്ലാസ് ലീഡ് ചെയ്ത് ഒരു 30 minutes ഒന്ന് ഒറിഗാമി ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു, മീൻസ് പേപ്പർ ക്രാഫ്റ്റ് ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു മിനിമം ഒരു 5 items ഒക്കെ കാണിക്കാൻ പറ്റുമോ? ചെയ്യാം മാം. ഓല കൊണ്ട് ക്രാഫ്റ്റ് അറിയോ? ഓല കൊണ്ട് ഇതുവരെ കൊട്ട അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ, നമ്മളെ സാധാ ഓല വെച്ചിട്ട്. അതിന് കുറെ സമയം എടുക്കില്ലേ കൊട്ട ചെയ്യാൻ? കുറെ സമയം എടുക്കും. മറ്റേ ബോളൊക്കെ ആണെങ്കിലോ, ബോള്, സ്നേക്ക്, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എല്ലാത്തിനും നമ്മൾ അതിങ്ങനെ ഓല മെടയല്ലേ ചെയ്യാ, അതെ, അതിന് ടൈം എടുക്കും. അല്ലാതെ ഓല വെച്ചിട്ട് നമ്മൾ സാധാ കളിക്കണ എന്തെങ്കിലുമൊക്കെ മതിയെങ്കിൽ എളുപ്പമാണ്. ചെറിയ ബോളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഓല വെച്ചിട്ട്. പിന്നെ വാച്ച് അങ്ങനെ കുഞ്ഞു മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കില്ലേ, അതാ നമുക്ക് വേണ്ടത്. നമുക്ക് കുഞ്ഞുങ്ങൾക്കുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഓൾമോസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങൾ ചെയ്ത് തീർക്കാനൊന്നുമല്ല, ഇത് സബ്മിറ്റ് ചെയ്യാനുള്ളതും അല്ല കേട്ടോ. മാഗസിൻ നമ്മളൊരു പ്രകാശനം, ഒരു റിലീസ് ഫംഗ്ഷൻ പോലെ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം, ലൈവായിട്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ട്. ബട്ട് ബാക്കിയുള്ളതൊക്കെ സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്ത് വെക്കാം. നിങ്ങൾ ഏത് ബാച്ചാ, മീൻസ് ഏത് ബാച്ചിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്? ജൂലൈ 25. ഓക്കെ, സോ ദാറ്റ് മീൻസ് ജൂലൈ ലാസ്റ്റ് വരെ നമുക്ക് സമയമുണ്ട്. അപ്പോ എത്രയും പെട്ടെന്ന് എക്സാംസ് എല്ലാം കഴിയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഞാൻ ഫേസ് മാസ്ക് പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞു.
ഇത്രയും കാര്യങ്ങൾ പിന്നെന്താ. ഓക്കെ ഫൈൻ. സോ മാഗസിൻ ചെയ്യുമ്പോ നമ്മൾ എല്ലാരും കോൺട്രിബ്യൂഷൻസ് വെച്ചിട്ട് അത് ഒറ്റ മാഗസിൻസ് ആയാണോ ചെയ്യണത് അതോ ഇൻഡിവിജ്വൽ ആയി ചെയ്യണം? ഒറ്റ മാഗസിൻ, ഓരോരുത്തരുടെ ഒരു ക്രിയേറ്റിവിറ്റി അതിൽ വേണമെന്ന് മാത്രം. അപ്പൊ നമ്മളെ ഗ്രൂപ്പിൽ നമ്മൾ ഓരോരുത്തരെയും ഓരോ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി അതൊരു ബുക്കാക്കുക, അങ്ങനെയാണോ? അങ്ങനെ ആക്കിയിട്ട് ഇത് നമുക്കിത് ഓൺലൈനിൽ ഇച്ചിരി പ്രശ്നമാണ്. അപ്പൊ അല്ല, നമ്മള് ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് നമ്മളെല്ലാരും ഡിവൈഡ് ചെയ്തിട്ട് ഇതിന്റെ ഒരു മെയിൻ ഒരാളാക്കിയിട്ട് ഓരോ ഏറ്റെടുക്കുക, അങ്ങനെയാണോ ചെയ്യണത്? ഓരോരുത്തർ കോപ്പി ആക്കാൻ പറ്റില്ലേ മാം? അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിന്റെ ഒരൊറ്റ പിന്നെ ഇതല്ലേ പറഞ്ഞത്, ബുക്കല്ലേ പറഞ്ഞ, അപ്പൊ എല്ലാവരും അതിൽ ഇൻക്ലൂഡ് ആവണം എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഗ്രൂപ്പായിട്ട് ഒരെണ്ണം ഉണ്ടാക്കുക, അതിൽ എല്ലാവരും എന്തെങ്കിലും ഒരു ഐറ്റം വേണം എന്നുള്ളതല്ലേ മാം ഉദ്ദേശിച്ചേ? അതെ അതെ അതെ, നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക എഡിറ്ററെ, അതുപോലെ അങ്ങനെ ലേ ഔട്ട് ഡിസൈൻ ചെയ്യുന്ന ആളെ, അങ്ങനെ അങ്ങനെ ഒരു മാഗസീന് വേണ്ടുന്ന ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി ഏൽപ്പിക്കുക. അത് കഴിഞ്ഞ് അത് സോർട്ട് ചെയ്യാം. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ഹാർഡ് കോപ്പി ചെയ്യാൻ പാടായിരിക്കും, പലരും പല സ്ഥലത്തല്ലേ. നമുക്കത് സോഫ്റ്റ് കോപ്പി ആക്കിക്കൂടെ? ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് ഒറ്റ ഫയലാക്കി കൂടെ? അതാവും തോന്നുന്നുണ്ട് എളുപ്പം. അല്ലെങ്കിൽ ഒരാൾ ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ ഒരാളുടെ കയ്യിലല്ലേ ഇരിക്കുള്ളൂ. ഇത് സോഫ്റ്റ് കോപ്പി ആകുമ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാം, നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇടാനും എളുപ്പമായിരിക്കും. അതിന് ടെക്നിക്കലി അറിയാവുന്ന എല്ലാരും കൂടെ വിചാരിച്ച് അതിനെ ഒരു സോഫ്റ്റ് കോപ്പി ആക്കി എടുക്കുക. എല്ലാം ഇങ്ങനെ എന്താ പറയാ, ഫോട്ടോ എടുത്ത് PDF ആക്കിയിട്ടോ ഇമേജ് ആക്കി PDF ആക്കിയിട്ട് എല്ലാം ഒറ്റ ഫോൾഡറിലാക്കി അങ്ങനെ ഒരു ഫയൽ ആക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ ചെറിയ റൈംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പം 3 പേരുടെ 4 പേരുടെ ഒക്കെ ചിലപ്പോ ഇപ്പൊ 4 സ്റ്റാൻസയുള്ള ചെറിയ ക്യാപ്സൂൾ സോങ്സ് ഒക്കെ എഴുതൂലേ നമ്മൾ കുട്ടികൾക്ക് ഉദ്ദേശിച്ചിട്ട്, അതുപോലെയൊക്കെ ആകുമ്പോൾ ഒരു പേജിൽ തന്നെ 4 പേരുടെ ഒക്കെ ആകും. അപ്പൊ ആ രീതിയിൽ കൂടുതൽ പേജസ് ആകാതെ അതിനനുസരിച്ച് സോർട്ട് ചെയ്ത് ഒന്ന് വെക്കും. അപ്പൊ അത് അതല്ലെങ്കിൽ പിന്നെ അല്ല മിസ്സേ, ഓരോരുത്തരും ചെയ്യണത് പ്രിന്റ് എടുത്തിട്ട് എല്ലാരും കൂടി ഷെയർ ചെയ്ത് പ്രിന്റ് എടുത്തിട്ട് അത് ഒന്നിച്ച് ഇതാക്കിയിട്ട് അങ്ങോട്ട് നിങ്ങളുടെ സ്ഥാപനത്തേക്ക് അയച്ചു തന്നാ മതിയോ? അതാകുമ്പോ നമുക്ക് നേരിട്ട് കാണാലോ. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു തരുമ്പോ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ആയി പോകൂലേ? നിങ്ങൾക്ക് റെഫർ ചെയ്യാനും ഒരു സോഫ്റ്റ് കോപ്പി ആവശ്യമല്ലേ? നമ്മൾ സാധാരണ കോളേജുകളിലൊക്കെ എന്താ ചെയ്യുന്നത്, മാഗസീന്റെ കുറേ കോപ്പീസ് ഇറക്കും, പലർക്കും അത് കിട്ടും. പക്ഷെ നമുക്ക് അതിന് അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങൾക്കൊരു ഹാർഡ് കോപ്പി ആക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിന് തരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, നമുക്ക് എല്ലാവർക്കും കാണാൻ പാകത്തിന് സോഫ്റ്റ് കോപ്പി എന്തായാലും ആക്കുക. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇത് പ്രൊവൈഡ് ചെയ്യണം, ഞങ്ങൾ ചെയ്ത വർക്കാണ്, ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആണെന്നും പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് തരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓരോ ഹാർഡ് കോപ്പി ഓരോരുത്തർ ഓരോ പ്രിന്റ് എടുത്ത് ആരാണോ അത് ചെയ്യുന്നത് അയാൾക്ക് കൊറിയർ ചെയ്യോ പോസ്റ്റ് ചെയ്യോ ചെയ്തിട്ട് അയാൾ ഒരുമിച്ച് അതാക്കി ഒറ്റ മാഗസീൻ ആക്കി എല്ലാവരും കൂടെ ഒന്ന് അതിന്റെ പോസ്റ്റ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ അത് നോക്കൂ. അത് ബുദ്ധിമുട്ടാണെങ്കിൽ സോഫ്റ്റ് കോപ്പി മതി. ഓക്കെ ഫൈൻ. അതാവുമ്പോ നന്നാകുന്ന എല്ലാവരുടെയും പ്രിന്റ് എടുത്തതിന് ശേഷം ഒന്നിച്ചൊരു ബുക്ക് പോലെ ആക്കിയിട്ട് അത് കൊറിയർ ചെയ്യണതാവും നല്ലത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് തരണം എന്ന് കമ്പൽസറി അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് അങ്ങനെ തരാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ആലോചിക്കൂ, നിങ്ങൾ എല്ലാവരും കൂടെ ആലോചിക്കൂ. ഇറ്റ്സ് യുവർ ഫ്രീഡം, നിങ്ങളുടെ ഇഷ്ടമാണ്, എല്ലാം നിങ്ങൾക്ക് വിട്ടിരിക്കുകയാണ്. പേര് കൊടുക്കുക, എല്ലാം എന്ത് വേണമെങ്കിലും. ഓക്കെ, ഇനി മാഗസീന് വേണ്ടിയിട്ട് പ്രിഫൈസ് ഒക്കെ ഇതൊക്കെ വേണമെങ്കിൽ സാറിനോടൊക്കെ പറയാം. ജയദേവ് സാറൊക്കെ നല്ലപോലെ എഴുതൊക്കെ ചെയ്യുന്ന ആളാണ്, നല്ലപോലെ സംസാരിക്കുന്ന ഒരാളാണ്. സാറിനോടൊക്കെ വേണമെങ്കിൽ മാഗസീന് വേണമെങ്കിൽ ഒരു മുൻപിൽ നിങ്ങളൊരു ആമുഖം എഴുതില്ലേ, അതൊക്കെ വേണമെങ്കിൽ എഴുതിക്കാം. മാം പറഞ്ഞോട്ട് ഫയൽ പോലെ എല്ലാവരുടെയും ഒരു പ്രിന്റ് നമ്മുടെ ഫയൽ പോലെ ആക്കിയിട്ട് അല്ലാതെ ഷെയർ ഇട്ട് ഒരു ബുക്ക് പോലെ ആക്കി അത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അയക്കാം. അങ്ങനെ ചെയ്തിട്ടേ അങ്ങനെ ചെയ്യൂ. നമുക്ക് സോഫ്റ്റ് കോപ്പിയും കീപ്പ് ചെയ്യുന്നതല്ല കേട്ടോ. അതെ, നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും, നമ്മൾ അങ്ങോട്ട് നമ്മുടേതായ ഒരു ഇതായിട്ട് തിരികെയും ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ.
ഓക്കെ, വളരെ സന്തോഷം. അപ്പോ ക്ലിയർ ആയല്ലോ, മാഗസീന്റെ കാര്യം ക്ലിയർ ആയി. ഞാൻ എന്തായാലും ലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. പെട്ടെന്നൊന്നും ചിലപ്പോൾ ഇട്ടെന്ന് വരില്ല, എന്നാലും നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ ഓക്കെ മിസ്. മാം, ഈ ഫ്ലവർ മേക്കിംഗ് എന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മളെ സ്പ്രേ ബോട്ടിലൊക്കെ വെച്ച് ചെയ്തൂടെ? ചെയ്യാലോ. ആ ഒരു പിന്നെ ഐറ്റം ഞാൻ കാണിക്കാം. എങ്ങനെയാണോ മാം ഉദ്ദേശിച്ചതെന്നൊന്ന് പറയുണ്ടോ? കാണുന്നുണ്ടോ മാം? ഡെഫിനറ്റ്ലി ഇതൊക്കെ മതി. ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ, ധാരാളം. ഞാൻ ഉദ്ദേശിച്ചത് ഭയങ്കര എക്സ്പെൻസ് ഒന്നും ചെയ്യാതെ നമുക്ക് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് അങ്ങനെ ചെയ്യാൻ പറ്റും. ചിലർ ഈ ഗ്ലാസ് കവർ വെച്ചിട്ടുണ്ട്, പേപ്പർ കവർ കൊണ്ട് മുന്തിരിയൊക്കെ ഉണ്ടാക്കും, പോട്ടിയൊക്കെ വെച്ചിട്ട്. സോ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് മിനിമം 2. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഉണ്ടാക്കാം, മിനിമം 2 പറഞ്ഞുള്ളൂ. വർക്കുകൾ കൂടി വരുവാണോ? ലാസ്റ്റ് ചെയ്യും. അത് സമയം എടുത്ത് ചെയ്യും. മാഗസൈൻ ഒക്കെ എല്ലാവരുടെയും കൂട്ടായ ഒരു ടീം വർക്കില് നല്ല ഭംഗിയാവാനുള്ളതേ ഉള്ളൂ. ഒറ്റയ്ക്ക് ഒരാള് എന്തായാലും ചെയ്യേണ്ടതല്ലല്ലോ, എല്ലാരും കൂടെ ചേർന്ന് ചെയ്യാം. ഞാൻ ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞുള്ളൂ, ഓൾ ആർ കമ്മിറ്റി മെമ്പേഴ്സ്. അപ്പോ സജഷൻസ് ഒക്കെ ഡിസ്കഷൻസ് മാത്രം വരിക, അത് വലിയ ഡിബേറ്റിലേക്കൊന്നും പോകാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലൂടെ നിങ്ങൾ നല്ല രീതിയിൽ മാഗസീൻസ് ചെയ്യാം. ഓക്കെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ അത് അനലൈസ് ചെയ്ത് ശരി ഏതാണ് നല്ലതെന്ന് തോന്നി അത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. സോ അങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. നല്ലൊരു പേര്. എന്തൊക്കെ കണ്ടന്റുകളാണ് നമുക്ക് അതിൽ ഉൾപ്പെടുത്തേണ്ടത്? കൂടുതലായിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാഗസിൻ ആയിട്ടാണോ അതോ? ശരിക്കും കുട്ടികൾക്ക് വേണ്ടിയുള്ള മാഗസീൻ അല്ല, നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് റിലേറ്റഡ് ആണ്, നമ്മളുടെ മെത്തേഡ് റിലേറ്റഡ് അങ്ങനെയുള്ള മാഗസീൻസ്. അപ്പൊ അതിൽ കുറച്ച് കുട്ടി കവിതകളോ അങ്ങനെ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറീസോ ഒക്കെ ആവാം, കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ചുകൂടെ ഇത് കുട്ടികൾ വായിക്കാനുള്ളതല്ല, നമുക്കുള്ളതാണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റാഫ് വായിക്കാനുള്ളതാണ്. സോ ദാറ്റ് മീൻസ് ആ ഒരു രീതിയിൽ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു മാഗസീൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, ഓൾമോസ്റ്റ് അതുപോലെ ഇതൊക്കെ ആകാം. നിങ്ങൾക്ക് റിഡിൽസ് ചെയ്യാം, പസിൽസ് ചെയ്യാം. നമ്മുടെ റെക്കോർഡ് എഴുതിയപ്പോൾ കുറെ കാര്യങ്ങൾ എഴുതിയില്ല, അതൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. ആർക്ക് ഏതാണോ പറ്റുന്നത് അത്. പക്ഷെ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് എല്ലാവരും ഒന്ന് ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിലിടുക. അപ്പൊ നോക്കുമ്പോൾ ഒരേപോലെ കുറെ വരുവാണെങ്കിൽ കമ്മിറ്റി മെമ്പേഴ്സ് അല്ലെങ്കിൽ എങ്ങനെ റിക്വസ്റ്റ് ചെയ്യാം, ഇത് ചെയ്യാമോ? കാരണം എല്ലാം ഒരേപോലെ ടൈപ്പ് ആവാതെ, മാഗസീൻ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് കണ്ടന്റ്സ് ആണല്ലോ നല്ലത്. കാർട്ടൂൺ വരയ്ക്കാൻ അറിയുന്നവർക്ക് അത് ചെയ്യാം, അല്ലാതെ ഡ്രോയിങ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ചെറിയ കഥകൾ, ഷോർട്ട് സ്റ്റോറീസ് എഴുതാൻ അറിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് എഴുതണോ അത് ചെയ്യാം. പിന്നെ ലൈക്ക് കുസൃതി ചോദ്യങ്ങൾ നമ്മളുടെ അതൊക്കെ ഉൾപ്പെടുത്താം. പിന്നെന്താ ചെയ്യാം. പിന്നെ ഇപ്പോ നമ്മളുടെ ഈ ഒരു ടൈമിൽ സംഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അതിനെപ്പറ്റി ഒരു അവലോകനം, ഒരു വിശകലനം, ഒരു അനാലിസിസ് അത് ചെയ്യാം. കുട്ടികളിലെ മൊബൈൽ അതെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. കുട്ടികളിൽ മൊബൈലിന്റെ അമിത ഉപയോഗം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ എന്താ പറയാ വേറെന്താ സ്വാധീനിച്ച ഘടകങ്ങളിൽ എഴുതിക്കൂടെ? മോണ്ടിസോറിയും അതെഴുതാം, അങ്ങനെ എന്തും എഴുതാം. ബട്ട് അതൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് കണ്ടന്റ് ആവണമെന്ന് മാത്രം. നമുക്കിപ്പോ വേറൊരു ആർട്ടിക്കിൾ നമ്മൾ വായിച്ച് നമുക്ക് അതിൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടി, അതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ വായിച്ചൊരു ബുക്കിനെ കുറിച്ച് എഴുതാം. ശ്രദ്ധിക്കുക, എല്ലാവരുടെയും ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് കണ്ടന്റ് നിങ്ങൾ ആക്കണം. എസ്സേ പോലെയൊന്നും ഒരു ബുക്കിനെ പറ്റി വായിച്ചൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, അതിനനുസരിച്ച് എഴുതിയാൽ മതി. നമ്മൾ റെക്കോർഡ് എഴുതിയപ്പോ നമ്മൾ കണ്ടില്ലേ, ഓരോന്നിനെ കുറിച്ച് നമ്മൾ ഏറ്റവും മിനിമൈസ് ചെയ്തിട്ടാണ് എഴുതിയത്. വളരെയധികം ഒന്നും നമ്മൾ എഴുതി വെച്ചില്ലായിരുന്നു. അറിയാം, മോണ്ടിസോറിയെ കുറിച്ച് എഴുതാം, ഗാന്ധിജിയെ കുറിച്ച് എഴുതാം. ബട്ട് അതിന്റെ അർത്ഥം എല്ലാവരും അങ്ങനെയുള്ള കുറെ സെലിബ്രിറ്റി അല്ലെങ്കിൽ എമിനന്റ് പേഴ്സൺസിന്റെ ഫോട്ടോ വെച്ച് എഴുതാന്നില്ല. 1 or 2 അങ്ങനെ വരാം. ദെൻ 3 or 4 അല്ലെങ്കിൽ 5 സ്റ്റോറീസ് ആകാം. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നമ്മളിവിടെ ഒരു 48 അത്രയും പേരല്ലേ ഉണ്ടാവുള്ളൂ. അത് 3 പേര് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണല്ലോ. ബാക്കി നിങ്ങൾ 48 പേഴ്സൺസിനെ കാണുന്നുള്ളൂ. ബാക്കി എത്ര പേരുണ്ടെന്ന് എനിക്ക് കറക്റ്റ് സ്ട്രെങ്ത് അറിയില്ല. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ക്ലാസ്സിൽ വരാത്തവരോടൊക്കെ ഇൻഫോം ചെയ്ത് ഒന്ന് ഭംഗിയാക്കുക കേട്ടോ. ഒരാൾ ഒരു പേജ് വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതിയോ? മതിയാകും, അത് ഇനഫാണ്. വലിയ കഥ, എസ്സേ അങ്ങനെയൊന്നും വേണമെന്നില്ല. ദാറ്റ്സ് ഇനഫ്. ഇപ്പൊ ചിലപ്പോ ചെറിയ സ്റ്റോറീസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു പേജിൽ 2 പേരുടെ കൊടുക്കാം.
ചെറിയ റൈംസ് അല്ലെങ്കിൽ പോം ഒക്കെ ആണെങ്കിൽ ഒരു 3-4 പേരുടെ ഒക്കെ കൊടുക്കുക. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് സോഫ്റ്റ് കോപ്പി ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യാം. പിന്നെ അയച്ചു കൊടുക്കുമ്പോൾ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കുറെ പേജസ് ആവില്ലേ. അപ് ടു യു. പിന്നെ ഏതെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് അറിയാവുന്നവർക്ക് 1-2 അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. പിന്നെ ബ്യൂട്ടി ടിപ്സ് അതും ഇൻക്ലൂഡ് ചെയ്യാം. അതൊക്കെ നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ പഠിക്കേണ്ടതാ ശരിക്കും. ഹെൽത്തി ആയിട്ടുള്ള ബ്യൂട്ടി, അത് നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ശരീരം സംരക്ഷിക്കുന്ന ചില കാര്യങ്ങളില്ലേ, അതൊക്കെ എഴുതാം. ചെയ്തിരുന്നു. ഹെൽത്തിനെ കുറിച്ചിട്ടൊരു ആക്ടിവിറ്റി ചെയ്തിരുന്നു. ഫസ്റ്റ് അതായിരുന്നു ആക്ടിവിറ്റി ആയിട്ട് തന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എഴുതാം. ഓക്കെ, ടിപ്സുകളൊക്കെ ഉണ്ടല്ലോ, അത് 1-2 പേർക്ക് അത് സെലക്ട് ചെയ്യാം. അപ്പൊ അത് നിങ്ങളുടെ ഒരു കൂട്ടായ പ്രയത്നം. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ടിപ്സ് എളുപ്പമാണല്ലോ എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയല്ല. നമുക്കൊരു മാഗസീൻ വേണമെങ്കിലും എല്ലാ ഏരിയയിലുമുള്ള കണ്ടന്റ് അതിനകത്ത് വേണമല്ലോ. അതുകൊണ്ട് പറഞ്ഞ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുന്നതിന് യാതൊരു വിഷമമില്ല. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ ഞാൻ എടുക്കുള്ളൂ. പിന്നെ ഓർത്ത് തിരിച്ചു വിളിക്കുന്നത് വളരെ ചുരുക്കമായിരിക്കും. അപ്പൊ എനിക്ക് മെസ്സേജ് ഇടാം. എമർജൻസി ആണെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ. ഓക്കെ, വോയിസ് മെസ്സേജ് ആയിരിക്കും ഞാൻ ഇടാൻ എളുപ്പം. ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഫിംഗേഴ്സ് ഒന്നും ഇപ്പൊ പണ്ടേ പോലെ വഴങ്ങുന്നില്ല. ഓക്കെ ഫൈൻ. സോ സേവ് ചെയ്ത് വെച്ചോളൂ. നിങ്ങളുടെ ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഷെയർ ചെയ്തോളൂ മറ്റുള്ളവർക്ക് കിട്ടാനായിട്ട്. പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു റെക്കോർഡ് ക്ലാസ് കിട്ടും എന്ന് തോന്നുന്നു, അറിയില്ല. എന്നാലും ജസ്റ്റ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ. സാറിനോട് ചോദിച്ച് പെർമിഷൻ വാങ്ങിയ ശേഷമാണ് തരുന്നത്. അപ്പൊ നല്ലൊരു കോംപ്ലിമെന്റ് സാറിൽ നിന്ന് കിട്ടി. കാരണം ഫസ്റ്റ് MT1-നും MT3-ക്കും മാത്രമാണ് എന്റെ നമ്പർ ഉള്ളത്. MT2-ഉം 3-യും കംപ്ലീറ്റ് ആട്ടോ. അപ്പോ അത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യണ്ട, നിങ്ങളുടെ പേഴ്സണൽ ടൈമിനെ ബാധിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. സാറ് പറഞ്ഞു ടീച്ചർ കൊടുത്തോളൂ, മോണ്ടിസോറി കുട്ടികളെ വളരെ മെച്യൂർ ആണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എനിക്ക് കൊടുക്കുന്നതിന് വിഷമമില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ വന്നതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. സാർ ഒന്ന് ടീച്ചർ കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, കാരണം മോണ്ടിസോറി കുട്ടികളെ കൊണ്ട് നമുക്ക് വിഷമമൊന്നുമില്ല, അവർ നല്ല മെച്യൂർ ആകുന്നു. സോ ദാറ്റ് കോംപ്ലിമെന്റ് ഐ എം ഷെയറിംഗ് വിത്ത് യു പീപ്പിൾ. ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച്. എനിക്കത് കിട്ടിയത് ജസ്റ്റ് ബിക്കോസ് ഓഫ് യു. നിങ്ങളുടെ ഒരു ബാച്ച് മാത്രമല്ല, എല്ലാ ബാച്ചും പുതിയ പുതിയ ബാച്ചുകൾ ആയി വരുക. അവർ ആ ഒരു ലെവലിലേക്ക് ശരിക്കും ഞങ്ങൾ ആരുടെയെങ്കിലും ഒരു നമ്പർ വേണം, ഏതെങ്കിലും ഒരു മിസ്സിന് ഒരു കോണ്ടാക്ട് നമ്പർ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു മിസ്സേ. അതാ ഇപ്പൊ കിട്ടിയത്, ആരുടെയെങ്കിലും ഒരാളുടെ. അത് ഭയങ്കര എനിക്കെന്താ പറയണ്ടെന്ന് അറിയില്ല. ഞാനത് പറഞ്ഞതിന് ശേഷം ഞാൻ കേറുന്ന ബാച്ച് നിങ്ങളുടെയാ. ഇനിയിപ്പോ ഓരോരുത്തർക്കായിട്ട് കൊടുക്കും. പിന്നെ പുതിയ ബാച്ചുകൾ വന്നത് നിങ്ങൾക്ക് അറിയാം, PG ക്ലാസ്സിലുണ്ട്. അവരായി വരണം. അവരിൽ ആ ചേഞ്ചസ് വരാൻ അല്പ ടൈം കൂടെ എടുത്തു കഴിയുമ്പോൾ അവരാകും. PG ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വെക്കുക. അവര് നിങ്ങളുടെ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ പഠിച്ചില്ലേ, സെയിം തന്നെ. ഒരു നോർമലൈസേഷൻ എന്നുള്ള ഗ്രൂപ്പിലേക്ക് വരാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഡെഫിനറ്റ്ലി ദേ വിൽ കം. അപ്പൊ ഒരു ഒറ്റ യൂണിറ്റി ആ ഒരു ഇത് വരും. അങ്ങനെ PG ക്ലാസ് തുടക്കത്തിൽ പലർക്കും ഡൈജസ്റ്റ് ആവുന്നില്ലായിരുന്നു. എന്താ പറയാ, പ്രീവിയസ് ബാച്ചസിന്. ലൈക്ക് പുതിയ ബാച്ച് അവര് ഇങ്ങനെ, അത് അറിയാലോ, മീൻസ് കുറെ നാള് പഠിക്കാതിരുന്നിട്ട് പിന്നെ വരുമ്പോഴേക്കുള്ള ആ ഒരു പ്രശ്നങ്ങൾ നമുക്കും ഉണ്ടായിരുന്നു. ആദ്യം മാറിയല്ലോ. ഓക്കെ, സോ അത് ചേഞ്ച് ആവും. പിന്നെ നല്ല കൂട്ടാവും. പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ബോണ്ടിങ് വരുന്നത് ദാറ്റ് ഈസ് വെരി, എന്താ പറയാ, ഭയങ്കര ടഫാണ്. നേരിട്ട് കാണുന്നവര് തന്നെ ടൈം എടുക്കുന്നു. സോ ഓൺലൈനിൽ നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തന്നെ ക്വാളിറ്റിയാ. വേറെ ആരും ഒന്നും വിചാരിച്ചിട്ടില്ല. ടീച്ചേഴ്സിന്റെ മീൻസ് ഞങ്ങൾ ട്രെയിനേഴ്സിന്റെ അടുത്തു നിന്നുള്ള ഒന്നുമല്ല. ഇറ്റ്സ് യുവർ ക്വാളിറ്റി. സോ വേറെ അരമണിക്കൂർ അങ്ങനെ തീർന്നിരിക്കില്ലേ. ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ മാഗസീന്റെ പ്രവർത്തനങ്ങൾ. നമ്മള് 3 മോഡ്യൂൾ അല്ല, പാർട്ട് 3-യില് യൂണിറ്റ് 3 കഴിഞ്ഞിട്ടില്ല അല്ലേ? ശരിയല്ലേ? ഇല്ല മാം, അതിൽ 3rd പീരീഡ് തൊട്ടെടുക്കണം. 3rd പീരീഡ് 12 to 18 years തൊട്ടെടുക്കണം. സൈൻ ഇൻ കഴിഞ്ഞായിരുന്നോ? ഞാൻ അതിനിടയ്ക്ക് ഇത് കയറി പറഞ്ഞോന്ന് എനിക്കൊരു ഡൗട്ട്. ചെയ്തതാ. പെട്ടെന്ന് സംശയം. ഞാൻ അതിനിടയ്ക്ക് മാഗസീൻ പറയേണ്ട ഒരു ആവേശത്തിൽ അത് പറഞ്ഞു.
കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ എന്തോ ഒരു ഡിസ്കഷൻ ആയിരുന്നു. അപ്പൊ ശരിക്കും നമുക്ക് ഈ ചാപ്റ്ററിലെ കണക്ഷൻ വിട്ടിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് നമ്മള് പല ചൈൽഡ് ഡെവലപ്മെന്റ് നിങ്ങൾ പാർട്ട് 2 പഠിച്ചപ്പോൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ പല ഡെവലപ്മെന്റ് സ്റ്റേജസും, അവരിലെ ലാംഗ്വേജ് ഫോം ചെയ്യുന്നത്, അവരിലെ കോഗ്നിറ്റീവ് അവരുടെ ബുദ്ധി ആ ഇന്റലക്ച്വൽ ലെവലിൽ മാറ്റം വരുന്നത്, പിന്നെ അവർ സോഷ്യലൈസ് ചെയ്യുന്നത്, അവരുടെ ഇമോഷൻസ് അത് ഡെവലപ്പ് ചെയ്യുന്നത്, അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അപ്പൊ മറിയ മോണ്ടിസോറി ഇതിനെ പല 2 സ്റ്റേജ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്, ചൈൽഡ്ഹുഡും അഡൽട്ട്ഹുഡും. അത് തന്നെ അവര് വീണ്ടും ഓരോ സ്റ്റേജിനെ 2 പീരീഡ് അങ്ങനെ 4 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഓരോ പീരീഡ് ആയിട്ട് പറഞ്ഞു, ഏജ് വൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3rd പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പീക്ക് ടൈമാണ്. നമ്മള് സ്വീറ്റ് 17 എന്നൊക്കെ പറയുന്നത് സ്വീറ്റ് ടീൻ ആണ്. ആ മധുര എന്താ പറയാ, ആ സമയത്ത് അവർക്ക് ഭയങ്കര വ്യത്യാസങ്ങൾ ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി വരുന്ന ഒരു ടൈമാണ് ആ ടീൻ ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ടീൻ സമയത്ത് പലപ്പോഴും അമ്മമാരും അതുപോലെ തന്നെ ടീച്ചേഴ്സും അങ്ങനെ ഈ കുട്ടികളുമായിട്ട് കണക്റ്റഡ് ആവുന്ന എല്ലാരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ഇവരെ ഒന്ന് ശരിയാക്കാനായിട്ട്. അപ്പൊ ആ ഒരു ചേഞ്ചസ് അവരിൽ വരുന്നതാണ് ആ ഒരു ടീൻ സമയം. ബട്ട് നമുക്കറിയാം മറിയ മോണ്ടിസോറി ഒരു 3 to 6 years അല്ലെങ്കിൽ 2.5 to 6 years വരെയുള്ള കുട്ടികളിലാണ് ഇന്റർവെൻഷൻസ് നടത്തിയത്. അപ്പൊ അവര് ആ സമയത്ത് കുട്ടികൾക്ക് എന്തൊക്കെയാണോ നീഡ്സ് അങ്ങനെ അവരുടെ എൻവയോൺമെന്റിനെ ഡിസൈൻ ചെയ്ത് മോഡിഫൈ ചെയ്ത് കുട്ടികളിൽ വേണ്ടുന്ന എല്ലാ മാറ്റങ്ങളും നല്ല രീതിയിൽ തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അവരത് മറ്റുള്ളവരിലേക്കും പ്രൊവൈഡ് ചെയ്തു, സ്പ്രെഡ് ചെയ്തു, വേൾഡ് വൈഡ് സ്പ്രെഡ് ചെയ്തു, പലർക്കും ട്രെയിനിങ് എല്ലാം കൊടുത്തു. ഭയങ്കര സക്സസ് തന്നെയായിരുന്നു. ബട്ട് ആഫ്റ്റർ 6 years കുട്ടികളുടെ ചേഞ്ചസിൽ അവർക്ക് കാര്യമായ കോൺട്രിബ്യൂഷൻസ് ഒന്നും കൊടുക്കാനായിട്ട് പറ്റില്ല. എന്നാലും ജനറലി അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏതോ ഒരു വീഡിയോ ഒക്കെ കാണുമായിരുന്നു, ഫോൺ പിടിച്ചു വെച്ചതിന് ഒരു പ്രിൻസിപ്പലിനെ ഒരു +1 കാരന് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് കുട്ടികളൊക്കെ മാറിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം, എന്റെ സ്കൂൾ കാലഘട്ടം 94 SSLC കഴിഞ്ഞത്, 1994. ആ ഒരു ടൈമിൽ ഞാൻ ടീച്ചേഴ്സിനെ ഭയങ്കര പേടി, ബഹുമാനം, അങ്ങനെ ഈവൻ ദോ ടീച്ചേഴ്സിനെ അത് നിക് നെയിം ഒക്കെ ഉണ്ടെങ്കിൽ പോലും, ആ ഒരു ഇരട്ടപ്പേരുകളൊക്കെ വിളിക്കുമെങ്കിൽ പോലും നേരെ മുമ്പിൽ കാണുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റും ഒക്കെ ഉള്ളിൽ നിന്ന് വന്നത് തന്നെയായിരുന്നു. അങ്ങനെ നല്ലതുപോലെ അവര് നമ്മളെ ആ ലേണിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. നല്ലപോലെ പണിഷ്മെന്റും അവരുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു അല്ലെ. സോ പണിഷ്മെന്റ് ആവശ്യത്തിനുള്ള പണിഷ്മെന്റ്, ചിലരെ അങ്ങ് പേടിയാ, മീൻസ് അവർ ആ ചൂരലൊക്കെ ആയിട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പേടി, ആ ഒരു രീതിയിലായിരുന്നു. പക്ഷെ അന്ന് ഇതുപോലെ തന്നെ ഡിജിറ്റൽ വേൾഡ് ആയിട്ടൊന്നുമില്ല. നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതെല്ലാം വളരെ ലിമിറ്റഡ് ആയിരുന്നു. നമ്മൾ കൂടുതലും ശരിക്കും നേച്ചറുമായിട്ട് കണക്ട് ചെയ്തതായിരുന്നു അന്നൊക്കെ വളർന്നിരുന്നത്. നമുക്ക് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളോ അല്ലാത്ത മൾട്ടിമീഡിയകളോ എല്ലാം വളരെ റെയർ ആയിരുന്നു. ഈവൻ ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് എന്റെ വീട്ടിൽ കറണ്ട് കിട്ടുന്നത്. TV ആകുന്ന തന്നെ ഞാനൊരു 10th ഒക്കെ കഴിയുമ്പോഴാണ് വീട്ടിലൊക്കെ TV വരുന്നത്. അപ്പം അത്രയും നമ്മള് കൂടുതൽ കണക്റ്റഡ് ആവുന്നത് നമ്മളുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടും നമ്മളുടെ എന്താണോ നമ്മളപ്പം നമ്മുടെ പഠിത്തം ഇതൊക്കെ ആയിട്ടായിരുന്നു കണക്റ്റഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കും അവർ ഏതൊക്കെ കാര്യങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നു എന്നുള്ളത് അവരുടെ തൊട്ടടുത്തിരിക്കുന്ന പാരന്റ്സിനോ ടീച്ചേഴ്സിനോ പോലും അറിയുന്നില്ല. ആ ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്കിനി എന്തായാലും വേൾഡിനെ തിരിച്ച് താഴെ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ടെക്നോളജി ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ആ കുട്ടികളെ അവർക്ക് എന്ത് ചെയ്താലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, എല്ലാം കിട്ടും. ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ പോലും അവര് ശ്രദ്ധിക്കില്ല, ഗൂഗിൾ സെർച്ച് ചെയ്ത് എല്ലാം കിട്ടുമല്ലോ. ഗൂഗിൾ ടീച്ചറാണ് അവരെ സംബന്ധിച്ച് ടീച്ചർ. ബട്ട് ഗൂഗിളിന് കുട്ടികളുടെ മനസ്സറിയാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ പിള്ളേർ ഇത് പറഞ്ഞപ്പോ ഞാൻ അവരോട് ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരിങ്ങനെ കൂടുതലും ഗൂഗിളിലുണ്ട്. ഞാൻ ക്ലാസ് എടുത്തിട്ടല്ല, ഞാൻ പോകുന്നത് സബ്ജക്ട് പഠിപ്പിക്കാനൊന്നുമില്ല, കുട്ടികളുമായിട്ടുള്ള അല്ലാത്ത ഇന്ററാക്ഷൻ ആണല്ലോ, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവര് മറ്റേ സബ്ജക്ട് എടുക്കുന്ന ക്ലാസ്സുകളിലൊന്നും അവർക്ക് ശ്രദ്ധയില്ല. അതിനെപ്പറ്റി ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഇതെല്ലാം ഗൂഗിളിൽ അവൈലബിൾ അല്ലേ, അങ്ങനെ ചോദിച്ചു. സോ അപ്പൊ ഞാൻ ചോദിച്ചു ശരി, അപ്പൊ പിന്നെ എല്ലാം നിങ്ങൾ ഗൂഗിളിൽ നോക്കി പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത് ഗൂഗിളിന് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അപ്പോഴവരെ ചിന്തിക്കുന്നേ. അപ്പൊ നമ്മൾ അതുപോലുള്ള ചില ഒരു സ്ട്രോക്ക് ഒക്കെ കൊടുക്കുക, അപ്പൊ അവർക്ക് അത് ഫീൽ വരും. കാരണം ഇവിടെ വീട്ടിലെ കുട്ടികളാണെങ്കിലും അവര് TV കാണുന്നു കുറെ സമയം, അവരല്ലാത്ത അങ്ങനെ ഗെയിംസ് ഒക്കെ ചെയ്യാറുണ്ട്. ബട്ട്
എന്താ പറയാ, അവർക്കൊന്ന് ചിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഒരു പഞ്ച് വേണം. അല്ലാണ്ട് ഇവർ കാണുന്നതൊന്നും ഇവരുടെ ഇമോഷൻസ്, നാച്ചുറൽ ആയിട്ടുള്ള ഇമോഷൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ ദേ നോ ദാറ്റ്. അപ്പൊ അതുകൊണ്ട് അവർ കുറെ സമയം നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്യും, നമ്മുടെ കൂടെ സംസാരിക്കാനും എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഇൻഡോർ ഗെയിംസ് ചെയ്യാനും ഒക്കെ അവർ താല്പര്യപ്പെടും. ഈവൻ ടൈം കുറവാണെങ്കിലും അവരത് ചെയ്യും. പുറത്തു പോയൊരു മൂവി കാണുമ്പോൾ നമ്മളുടെ ഒപ്പം അത് എൻജോയ് ചെയ്യാനും അതൊക്കെ അവർക്ക് ഇഷ്ടം. എന്ന് വെച്ചാൽ ഇവരുടെ ഇമോഷൻസ് അറിയുന്ന ഒരാള് വേണം. അതിന് ഒരു റോബോട്ടോ അല്ലെങ്കിൽ ഇവരുടെ ഗൂഗിളിലൊന്നും പറ്റുമൊന്നുമില്ല. സോ അത് കുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പം അവര് ചിന്തിച്ചു. നമുക്ക് ആ ടീൻ ആയിട്ടുള്ള കുട്ടികളോട് ചോദിക്കാം, നിങ്ങളുടെ ഇമോഷൻ, നിങ്ങൾക്ക് സങ്കടം വന്ന് ഗൂഗിൾ അവരെ സങ്കടം മാറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സങ്കടം വരുന്നത് നിങ്ങൾ ആരോടെങ്കിലും പറയണം. നിങ്ങൾ ദേഷ്യം വരുന്നു, ബസ്റ്റ് ഔട്ട് ആവും. സോ അതെവിടെയെങ്കിലും ആരോടെങ്കിലും കാണിക്കണ്ടേ? സോ അത് ആരോടെങ്കിലും പറയണ്ടേ? അങ്ങനെയുള്ള എല്ലാ ഫീഡ്സും. നിങ്ങൾക്ക് സന്തോഷം വന്നാലും നമ്മൾ വേറൊരാളുടെ ഷെയർ ചെയ്യുമ്പോഴല്ലേ നമുക്കത് ഇതാവുള്ളൂ. ഇവരുടെ മൊബൈലിലേക്ക് നോക്കിയാൽ സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. അപ്പൊ ടീനേജുകാരോട് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ, മറു ചോദ്യങ്ങൾ ചോദിക്കും, അവര് ചിന്തിക്കും. അപ്പൊ പിന്നെ അവർക്ക് അത് മനസ്സിലാവും. സോ അത് കഴിഞ്ഞപ്പോ പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഇപ്പൊ കുറെ സമയം എന്നോട് വീട്ടിലിരുന്ന് സംസാരിക്കുന്നുണ്ട്, ഓരോന്നൊക്കെ അന്വേഷിച്ച് വരുന്നുണ്ട്. അവർക്ക് ആ ചിന്തിക്കാനുള്ളൊരു ഇത് കിട്ടുന്നില്ല. അവർ ഫുൾ ടൈം ഈ ടെക്നോളജിയുടെ പുറകെ പോകുന്ന കാരണം അവർക്ക് മനസ്സിലായി അമ്മയോട് സ്വല്പം നേരം സംസാരിക്കണം. അങ്ങനെ ഇങ്ങനെ കുട്ടികള് കൂടുതൽ സമയം സംസാരിക്കാൻ തുടങ്ങി. അവർ കളിക്കുന്നുണ്ട് മൊബൈലില്, പക്ഷെ അവര് പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു, സംസാരിക്കുന്നു എന്നാണ് പാരന്റ്സിന് കിട്ടിയ ഫീഡ്ബാക്ക്. ഓക്കെ, സോ അത് സോഷ്യലൈസ് ചെയ്യാന്ന് പറയുന്നത് അവരുടെ ഡെവലപ്മെന്റിനെ വളരെയധികം ഇംപ്രൂവ് ചെയ്യും. ബട്ട് ടീൻകാരുടെ സോഷ്യലൈസിങ് അത് വലിയ ഗ്രൂപ്പിലേക്ക് പോകാതെ അഡൾട്ട് സംടൈംസ് ചില അഡൾട്ട്സുമായിട്ടുള്ള അവരുടെ കണക്ഷൻ ഇത്തിരി മോശമാക്കും. നിങ്ങളോട് ഷെയർ ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതോ ക്ലാസ്സിൽ ഷെയർ ചെയ്തിരുന്നു. 9th സ്റ്റാൻഡേർഡിൽ ഞാൻ ഇന്റർവെൻഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മള് ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ജനുവരിയില് ഫസ്റ്റ് സെഷന് പോയപ്പോൾ അവർക്ക് കൊടുത്തൊരു ആക്ടിവിറ്റി അവരെ എഴുതിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ മെയിൻ ഉദ്ദേശം. പക്ഷെ അവരുടെ ഉള്ളിലുള്ളതും കൂടെ അറിയണം. സെക്കൻഡറി അതായിരുന്നു. അവരെ എഴുതാൻ മടിയാ പിള്ളേർക്ക്. എഴുതാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞു, ഞാൻ പുതിയ വർഷമാണല്ലോ, റെസൊല്യൂഷൻ എന്നൊന്നും പറഞ്ഞൊന്നുമില്ല, ഞാൻ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, കാരണം കഴിഞ്ഞ വർഷം കുറെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഞാൻ ഇനി തുടങ്ങി ചെയ്യാൻ പാടില്ലാത്തത്, ഞാൻ ഇനി ചെയ്യേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ കുട്ടികൾ കൂടുതലും എഴുതിയത് മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കണം, നല്ല കൂട്ടുകെട്ട് ഉണ്ടാക്കണം, ടീച്ചർമാരോട് റെസ്പെക്റ്റ് ആയിട്ട് പെരുമാറണം, മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കുട്ടികൾ എഴുതിയത്. അതില് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് എല്ലാവരുമായിട്ട് ഞാൻ ക്ലോസ് ആണ്. പക്ഷെ ചില കുട്ടികളെ നമ്മൾ കൂടുതൽ കെയർ ചെയ്യണം. കാരണം അവര് പെട്ടെന്ന് തന്നെ ഡീവിയേറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു മോനുണ്ട്, അവന്റെ അച്ഛൻ സൂസൈഡ് ചെയ്തതാണ്. അമ്മ സ്ട്രഗിൾ ചെയ്യുക ഇവനെ കൊണ്ട്, ഫുൾ കംപ്ലൈൻസ്. ഇവനുള്ളത് മുഴുവനും വലിയ വലിയ ചേട്ടന്മാരുമായിട്ടുള്ള കമ്പനിയാണ്. അവൻ എഴുതിയത് ചീത്ത വാക്കുകൾ ഉപയോഗിക്കില്ല ഇനി തുടങ്ങി, പിന്നെ മദ്യപിക്കില്ല. ദാറ്റ് മീൻസ് അവൻ സ്മോക്ക് ചെയ്യും, ഡ്രിങ്ക്സ് യൂസ് ചെയ്യും. 7th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ്. എനിക്ക് തോന്നുന്നു അവന്റെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് അവൻ ഈ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഇവൻ ഈ വലിയ വലിയ ആൾക്കാരുമായിട്ടാണ് കൂട്ട്. അപ്പൊ ആ കൂട്ടിൽ നിന്നും കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് ഇറങ്ങി വരാൻ പറ്റുന്നില്ല. അതുപോലൊരു വലയിലാണ് അവർ കിടക്കുന്നത്. മോൻ എഴുതിയതാണ്. അപ്പൊ ഞാൻ മോനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, ഇവന്റെ പേര് ഇച്ചിരി നീളമുള്ള പേരാണ്. അപ്പൊ പേരിന് രണ്ടല്ല 3 പാർട്സ് ആ പേരിന്. അപ്പൊ ഇതിന്റെ തുടക്കത്തില് കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. പേരിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 2 അക്ഷരം ഉണ്ട്. ഞാൻ അത് വെച്ചിട്ട് അവനെ വിളിക്കുന്നത്. അവനെ വേറെ ആരും അങ്ങനെ വിളിക്കാറില്ല. അവനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെ വിളിച്ചിട്ട് അവനോട് ചോദിച്ചു, നീ ഇത് എഴുതിയത് ഹൃദയത്തിൽ നിന്ന് തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അവന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു വരുവാടെ. ടോപ്പർ അതേന്ന് പറഞ്ഞു. സോ നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കെയർ ചെയ്യണം. അറിയാം, മോണ്ടിസോറിയിലെ നോർമലൈസേഷനും ഡീവിയേഷനും പറയുമ്പോൾ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ അവരിനി അങ്ങനെ തന്നെ ആയിരിക്കും. ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് നമ്മൾ കൂടുതൽ ആക്ടിവിറ്റീസ് മാറ്റി മാറ്റി കൊടുക്കണം. അവരെ നമ്മൾ കൂടുതൽ കെയർ ചെയ്യണം എന്ന് നമ്മൾ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷനിൽ പറയുന്നുണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ എത്ര പ്രായമുള്ള കുട്ടികളിലാണെങ്കിലും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ 3rd പീരീഡിലേക്ക് പോവാണ്. 12 to 18 years. ആഫ്റ്റർ 18 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമാധാനമുണ്ട്. ഈ 12 to 18 ആണ് ഇച്ചിരി പ്രശ്നം.
Okay, so who is going to read? 2 paragraphs വായിക്കണേ. 2 അല്ല, ഇത് ഇതോടുകൂടി തീരുവാൻ തോന്നുന്നു. Yes, 2, 3 ഇവിടെ വരെ. For children in this period. ആരും മിണ്ടുന്നില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അതല്ല ഞാൻ ബാങ്ക് കൊടുക്കണ്ട, അത് ഞാൻ വായിക്കാൻ മുന്നോട്ട് വരാതിരുന്നത്. മിസ് തേർഡ് പീരീഡ് ആണോ സ്റ്റാർട്ട് ചെയ്യണ്ടേ? സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആരോ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിപ്പോ എവിടെ തൊട്ടാ വായിക്കേണ്ടത്? ഓക്കെ, ഞാൻ വായിക്കാം. ഓക്കെ. Montessori regarded adolescence as a period of great susceptibility. She considered the period of adolescence as a period of self-construction, just like the first period. She considered the adolescents as self-conscious. Adolescents are interested in social organization and other people of the world. She referred to this psychological characteristics as an abstract social settlement for humankind, in which follows to understand people's behavior in the world as whole, including past. Need for calm and need for calm and solitude. Need for calm and quiet. She behaved that adolescents have need for calm and solitude if they were to build a sense of self as the world. They were replete with the doubts, hesitation, discouragement. They are sensitive, ashamed easily, and lack confidence. They have a great need for strengthening of self-confidence. Maria Montessori was incapable of working out the details of their educational designs for children in this period. Yes, അതാണ് നമ്മൾ പറഞ്ഞത്. മറിയ മോണ്ടെസോറി വാസ് ഇൻകേപ്പബിൾ ഓഫ് വർക്കിംഗ് ഔട്ട്. ഈ ഒരു പീരീഡില് കുട്ടികളുടെ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ കാര്യമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മറിയ മോണ്ടെസോറിക്ക് കഴിഞ്ഞില്ല. ഓക്കെ, സോ ഈ പീരീഡിൽ പറയുന്നത് ഷൈനസ് ഉണ്ടാകാം, അതുപോലെ തന്നെ പലപ്പോഴും ഇവര് കൂടുതൽ സോഷ്യലൈസ് ചെയ്യേണ്ട ഒരു സമയമാണ്. ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും, സെൽഫ് കോൺഷ്യസ് ആയിരിക്കും. നമുക്കറിയാം ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ അവർ ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എന്നും രാവിലെ മോന് 14 years ആയിട്ടോ, അവൻ രാവിലെ എന്താ പറയാ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്റെ മുടി ശരിക്കുവാണോ ഇരിക്കുന്നത്? അവരത് കോൺഷ്യസ് ആണ്. എന്തെങ്കിലും മോശമായിട്ട് ഇരിക്കുവാണോ, മുടി ശരിക്കുവാണോ, അത് ഒരു ചിന്തയുണ്ട്. ബാക്കി അവനറിയാൻ ഡ്രസ്സ് എല്ലാം അമ്മ നല്ലപോലെ ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്, ഞാൻ അത് എടുത്തിട്ടാ മതി. സോ അതൊക്കെ എടുത്തിട്ടും ഓക്കെയാണ്. ഷൂ, സോക്സ് എല്ലാം അത് തന്നെ ചെയ്യും. മുടി ചീകുന്നത് തന്നെയാണ്. ഇറങ്ങാൻ നിർത്ത്, സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തിരിഞ്ഞ് നിന്നും ചോദിക്കും, എന്റെ മുടി ശരിയാണ്. അപ്പൊ അവര് കോൺഷ്യസ് ആണ്. പലപ്പോഴും നമ്മളൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു ഇഷ്ടം അതിനോട് തോന്നണമെങ്കിൽ അവർക്ക് ഇട്ടിട്ട് അവരാകെ ഒരു നോക്കല, ഇത് ശരിയാവോ എന്നുള്ള രീതിയിൽ. വീട്ടിൽ ആരെങ്കിലൊക്കെ വരുമ്പോഴേക്കും സംസാരിക്കുമ്പോൾ അപ്പോഴൊക്കെ ഇവര് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. കുഞ്ഞിലേ ഉണ്ടായിരുന്ന ആ ഒരു സ്മാർട്ട്നെസ് ഈ ഒരു ഏജ് വരുമ്പോ ആ സ്മാർട്ട്നെസിന്റെ ലെവൽ ഒന്നും മാറും. ചിലര് ഭയങ്കര മെച്യൂർ ആയിട്ട് സംസാരിക്കുന്ന കാണാം. അങ്ങനെ പല ലെവലിലായിരിക്കും കുട്ടികൾ ഈ ഒരു സമയത്ത്. സെൽഫ് കൺസ്ട്രക്ഷൻ തന്നെയാണ് ഫസ്റ്റ് പീരീഡിലെ പോലെ തന്നെ. ഫസ്റ്റ് പീരീഡില് ഇവരിൽ പലതും തന്നെ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു പീരീഡിലും ഇതുപോലെ തന്നെ ഫിസിക്കലി ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, മെന്റലി ചേഞ്ചസ് ഉണ്ട്, ബോഡിയിൽ പല ചേഞ്ചസ് ഉണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടാകുന്നുണ്ട്. ശബ്ദത്തിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എന്താ പറയാ, ആ ഒരു പെൺകുട്ടികളുടെ കുറച്ചുകൂടെ നല്ലൊരു ടോണാകും, ആൺകുട്ടികളുടെ കുറച്ചൊന്നും ഇതാകും. അങ്ങനെ ആ ഒരു രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരും. ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ ഫസ്റ്റ് സെന്റൻസിന് ആസ് എ പീരീഡ് ഓഫ് ഗ്രേറ്റ് സക്സസിബിലിറ്റി. ഓക്കെ മാം. ആക്സെപ്റ്റൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്താ പറയാ, എല്ലാം നമ്മള് അബ്സോർബൻ പീരീഡ് പറഞ്ഞു കുഞ്ഞിലത്തെ കാര്യങ്ങളിൽ അല്ലെ. ചെറിയ പ്രായത്തിൽ അവർ അബ്സോർബൻ മൈൻഡ് ആണെന്ന് പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ഈസിലി അഫക്റ്റഡ്, പെട്ടെന്ന് തന്നെ ഇവർക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഇവരെ അഫക്റ്റ് ചെയ്യും. സങ്കടം, സന്തോഷം, പിന്നെ ഇവിടെയും സെൽഫ് കൺസെപ്ഷൻ തന്നെയാണ് നടക്കുന്നത്. കൂടുതലായിട്ടും ഇവരെ പല കാര്യങ്ങളും അഫക്റ്റ് ചെയ്യും. ഫ്രണ്ട്സ് ആരെങ്കിലും ഇവരോടൊന്ന് വഴക്കിടുക അങ്ങനെ ചെയ്യുമ്പോൾ അതവരെ ഭയങ്കരമായിട്ട് ഇതാക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സമയത്ത്. അതിനൊക്കെ വിഷമങ്ങൾ വരും. എന്നോട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ആ ഒരു രീതിയിൽ എല്ലാം ഇവർ അഫക്റ്റ് ചെയ്യുവാണ്.
പാരന്റ്സ് എന്തെങ്കിലും പറയുമ്പോഴോ അതും ഇവർ അഫക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഏജ്. ഡോണ്ട് കെയർ കുട്ടികളുണ്ട്, അത് ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ തന്നെ, ബട്ട് സംഭവം അവർക്ക് അത് അഫക്ട് ചെയ്യുന്നുണ്ട്, ഉള്ളിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. എന്റെ മോള് ഡോണ്ട് കെയർ ആണ്, ബട്ട് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് എനിത്തിങ് വോണ്ട് അഫക്ട് ഹർ. അവളത് അഫക്ട് ചെയ്യുന്നുണ്ട്, ബട്ട് ഷീ വോണ്ട് എക്സ്പ്രസ്. ആ ഒരു ടൈപ്പ്. ചില കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അത് അഫക്ട് ചെയ്യും, അവരത് എക്സ്പ്രസ് ചെയ്യും, അവർ ഭയങ്കര ഡൗൺ ആവും. അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, ഈ ഒരു 17 years ആയ ഒരു കുട്ടിയെ ഞാൻ സ്കോൾഡ് ചെയ്തപ്പോ, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തപ്പോ ആ കൊച്ച് ഷെയ്പ്പേ മാറിപ്പോയി. ഭയങ്കര എനിക്ക് എന്റെ ദൈവം, എന്റെ ലൈഫിൽ ഞാനത് മറക്കില്ല. എനിക്ക് അന്നൊരു 25 years ഉള്ളൂ. ഞാൻ ആദ്യം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പോളിടെക്നിക്കില് പൊതുവെ ആ ഒരു ഏജിലൊക്കെ ഉള്ള ടീച്ചർമാര് വരുമ്പോൾ ഡിസ്ലക്സഡ് ആയിട്ടായിരുന്നേ കുട്ടികൾ പെട്ടെന്ന് അടുക്കും. പ്രത്യേകിച്ചും ആൺകുട്ടികള് ടീച്ചേഴ്സിനോടൊരു അടുപ്പുണ്ടാവും അവർക്ക്. കാരണം അവരുടെ മനസ്സിൽ അമ്മ കഴിയുമ്പോഴുള്ള ഒരു ലേഡിയാണ്. ആ ഒരു ഏജിലാണ് അവരൊരു ലൈഫ് പാർട്ട്ണറെ പറ്റി, ഒരു ഗേൾ ഫ്രണ്ടിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. ഇവരുടെ മനസ്സിലുള്ള രൂപങ്ങളൊക്കെ ഇതാണല്ലോ, അമ്മ അല്ലെങ്കിൽ വരെ പഠിപ്പിക്കുന്ന ടീച്ചർ, അതൊക്കെയാണ്. അപ്പൊ ഞാനൊരു ആ സമയത്ത് ഇതാണ് 2003-4 ആ ഒരു അക്കാദമിക് ഇയർ ആയിരുന്നു. മൊബൈലുകൾ ഇറങ്ങിയ സമയം. എനിക്കും ഉണ്ട് മൊബൈല്, ഈ കുട്ടിക്കും മൊബൈലുണ്ട്. പോയാണ് ഈ കുട്ടിക്ക് മൊബൈലുണ്ട്. അപ്പൊ ഇവൻ ഇങ്ങനെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, മൊബൈൽ നമ്പർ നമ്മളും ചെറുതാണല്ലോ, ഇവരും ചെറുതാ, പിള്ളേര് മൊബൈൽ നമ്പർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ കൊടുക്കും. അപ്പോ ഈ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. മൊബൈലില് വേറെ കുഴപ്പമൊന്നുമില്ല, ആള് പഠിക്കുകയൊക്കെ ചെയ്യും, അങ്ങനത്തെ ഇതൊന്നുമില്ല. ഈവൻ വൈകുന്നേരം ആവുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, ഹാങ് ഔട്ട് ചെയ്യും. അത് കോളേജിൽ പഠിക്കുന്ന പിള്ളേര് മാത്രമല്ല, പുറത്തുള്ള അല്ലാത്ത ഫ്രണ്ട്സും ഉണ്ട് അവരുടെ കൂടെ, സ്കൂളിൽ പഠിച്ചവരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതിലേതോ ഒരുത്തൻ ഇവന്റെ ഫോൺ എടുത്തിട്ട് എന്നെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു. എന്തൊക്കെയോ മീൻസ് എനിക്ക് ക്ലിയർ ആയില്ല പറഞ്ഞത്. എന്തോ ഇവനെ കളിയാക്കിയും എന്നെ കളിയാക്കിയും എന്തോ ആണ് പറഞ്ഞത്. അപ്പൊ ഈ ഫോൺ അങ്ങ് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. കാരണം അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം. അപ്പൊ ഞാനിങ്ങനെ സാരില്ല, നാളെ ചെല്ലുമ്പോഴേക്കും അവനോട് നേരിട്ട് ചോദിക്കാം എന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ എന്നെ റൂംമേറ്റ് പറഞ്ഞു, ഇപ്പൊ തന്നെ അവനെ വിളിക്കുക. അവര് വിളിച്ചിട്ട് നല്ല ചീത്ത പറയൂ, കാരണം ഇങ്ങനെയാണോ ടീച്ചർമാരോട് കുട്ടികളെ പെരുമാറുന്നത്, അങ്ങനെ പറയും. ഞാൻ അതിനെപ്പറ്റി പിന്നെ ബോധർ ചെയ്തില്ലായിരുന്നു. നാളെ ചെന്നിട്ട് അവനോട് ചോദിക്കാം, എന്താ സംഭവം എന്ന് ചോദിക്കാം, അവൻ അറിഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കാൻ. എന്നെ പ്രൊവോക്ക് ചെയ്യാൻ ഒരാൾ റൂമിലുണ്ടായിരുന്നു. ഞാൻ വേഗം ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്തു ഈ കൊച്ചിനെ. ഈ കൊച്ചി ഫോൺ എടുക്കും, അവൻ പക്ഷെ അറിഞ്ഞിട്ടില്ലായിരുന്നു തോന്നുന്നു. ഞാൻ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു, ഭയങ്കരമായിട്ട് അതിനെ വഴക്ക് പറഞ്ഞു, ഷൗട്ട് ചെയ്തു, ഭയങ്കരമായിട്ട് കുറെ സമയം. അവനൊന്നും ഒരു അക്ഷരം തിരിച്ചു പറയുന്നില്ല കേട്ടോ. ഞാനങ്ങ് ഫോൺ വെച്ചു. പിറ്റേ ദിവസം കോളേജ് ബസ്സിനാ പോകുന്നത്. ഞങ്ങൾ കയറുന്നതിന് മുമ്പ് ഇവൻ ബസ്സിൽ കയറും. ഞാൻ ആ ഭാഗത്തേക്കേ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ബസ്സിൽ ഞാൻ കോളേജിൽ വന്ന സ്റ്റാഫ് റൂമിൽ ഇരുന്നപ്പം ഒരു കുട്ടി, അതായത് ഇവനെ പഠിപ്പിക്കുന്ന വേറൊരു ടീച്ചർ, എന്റെ സെയിം ഏജ് തന്നെ, അത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ജിഷ അവൻ ഭയങ്കര വിഷമായി, അവന്റെ അച്ഛൻ മരിച്ചിട്ട് ഏതാണ്ട് ഒരു 1 month ആവുന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു അച്ഛനുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അവന് അതിങ്ങനെ താങ്ങാൻ പറ്റാതിരിക്കുമ്പോഴാണ് നമ്മളിവിടെ ജോയിൻ ചെയ്തതും ജിഷയായിട്ട് അവൻ ഭയങ്കരമായിട്ട് ക്ലോസ് ആയത്. അപ്പൊ അവൻ ആ ഒരു വിഷമമൊക്കെ കുറെ മാറിയതായിരുന്നു. ഇത് ഇങ്ങനെ വഴക്ക് പറഞ്ഞപ്പോ അത് അവന് ഭയങ്കര ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ വേഗം അവന്റെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചു. വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോ ഞാൻ തലേ ദിവസം കണ്ട സ്മാർട്ട് ബോയ് അല്ല അന്ന് കാണുന്നത്. ഇവൻ ഭയങ്കര, അന്ന് ഉറങ്ങിയിട്ടില്ലായിരിക്കും ആ കുട്ടി, പിന്നെ ഒരു പ്രേതരൂപം. എനിക്കത് കണ്ടപ്പോഴേക്കും ഭയങ്കര വിഷമമായി. ആ കുട്ടി തലേ ദിവസം ഒട്ടും ഉറങ്ങിയിട്ടുണ്ടാവില്ലായിരുന്നു. അപ്പൊ നമ്മള് പറയുന്ന കാര്യങ്ങൾ ഈ കുട്ടികളെ ബാധിക്കുന്നതേ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഒരു ഗിൽറ്റി ഫീലിംഗ്. അതിനുശേഷം ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിട്ടോ, ഞങ്ങൾ ഭയങ്കര കൂട്ടായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവൻ എന്നെ. എന്നിട്ട് എന്താ പറയാ, വീട്ടിലേക്കൊക്കെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ട് വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പുള്ളി നല്ല ലെവലിലായി, നല്ലൊരു ജോബൊക്കെ കിട്ടി, കല്യാണം കഴിഞ്ഞു, ഇപ്പൊ 2 കുട്ടികളുണ്ട്. പക്ഷെ ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഈ ക്യാമറ അവൻ എനിക്ക് പ്രസന്റ് ചെയ്തതാ. ക്ലാസ് ഒക്കെ എടുക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ യൂട്യൂബ് വ്ളോഗേഴ്സ് യൂസ് ചെയ്യുന്ന കുറച്ച് ഹൈ ഡെഫിനിഷൻ ക്യാമറയുണ്ട്, അതാണ് എനിക്ക് തന്നത് ലോജിടെക്കിന്റെ. സോ എന്നാലും എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആ ഒരു സംഭവം, ഇൻസിഡന്റ് മാറില്ല. കാരണം അത്രയ്ക്ക് ഒരു മിസ്റ്റേക്ക് ആയിരുന്നു എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതേ. കാരണം ആ കുട്ടി ആ ഒരു രാത്രി അല്ലെങ്കിൽ അത് സോൾവ് ആകുന്നവരെയും അവൻ വിഷമിച്ചില്ലേ. അവര് വേറെ എന്തെങ്കിലും
മീൻസ് എന്തെങ്കിലും സംഭവിച്ചൊക്കെ പോവുകയാണെന്ന് എനിക്ക് ഓർക്കുമ്പോഴേ പേടിയാണ്. അപ്പൊ അതാണ് ഈ ഒരു പീരീഡിൽ എല്ലാം അവരെ അഫക്റ്റഡ് ആണ്. അക്സെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും അവരെ അഫക്റ്റ് ചെയ്യും. അതാണ്. സോ പിന്നെ ഇവർക്ക് സോഷ്യലൈസ് ചെയ്യാനായിട്ട് ഇഷ്ടമായിരിക്കും. മറ്റുള്ള ആളുകളെ മനസ്സിലാക്കാനും അവരുമായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ ഹീറോസ് അത് ചെറിയ ക്ലാസ് തുടങ്ങിയേ തുടങ്ങും. 6ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇവർക്ക് സൂപ്പർ ഹീറോസ് അല്ലെങ്കിൽ പ്ലെയേഴ്സ് അങ്ങനെയുള്ളവരെയൊക്കെ അവർ നോക്കും. ഓക്കെ, സോ ഇത് പല ക്യാരക്ടറിസ്റ്റിക്സും കാണിക്കും. സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും. മനുഷ്യന്റെ ഒരു പ്രകൃതം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇവരിൽ അവരുടെ ആ ഒരു കറക്റ്റ് ബിഹേവിയറിന്റെ ഫോർമേഷൻ, അതാണ് പറയുന്നത് സെൽഫ് കൺസ്ട്രക്ഷന്റെ സമയവും കൂടിയാണ് എന്നുള്ളത്. പിന്നെ സംടൈംസ് ദേ ലൈക്ക് ടു ബി എലോൺ. അതിന്റെ അർത്ഥം അവര് ഭയങ്കര ലോൺലി ചൈൽഡ് എന്നൊന്നുമല്ല. സോളിറ്റ്യൂഡ് എല്ലാ മനുഷ്യർക്കും വേണം. നമുക്ക് ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു സ്പാർക്ക് കിട്ടുന്നത് അല്ലെ. അതുപോലെ തന്നെ ഒരു കാം ആൻഡ് സോളിറ്റ്യൂഡ്, അങ്ങനെ അത് കാണാം. കുട്ടികൾ ചില സമയത്ത് റൂമിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അല്ലെ, അങ്ങനെ ഇഷ്ടപ്പെടുന്നതുണ്ടായിരിക്കും. അത് വേണം എന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. അതായത് സെൽഫ് കൺസ്ട്രക്ഷന് ഈ സോളിറ്റ്യൂഡ് എന്ന ഏകാന്തത എന്നുള്ള മീനിങ് ആണെങ്കിലും ആ ഒരു പോസിറ്റീവ് സെൻസിൽ എടുക്കണം അത്. കാരണം വെച്ചാൽ അവരുടെ ഒരു സെൽഫ് ഡെവലപ്മെന്റിന് ആവശ്യമുള്ളത് തന്നെയാണ്. ബട്ട് ഗ്രൂപ്പിലും അവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് ലോൺലി ആവുന്നവരെയാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഡൗട്ട്സ് ഉണ്ടാവും, അവർക്ക് സംശയങ്ങൾ ഉണ്ടാവും. ഞാനിത് ചെയ്താൽ ശരിയാകുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആരെങ്കിലും അവരെ ഏതെങ്കിലും രീതിയിൽ ഡിസ്കറേജ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഭയങ്കര പ്രശ്നമായിരിക്കും. കഴിഞ്ഞ ദിവസം ഏതൊരു മൂവിയിൽ കണ്ടതാണല്ലോ, ഒരു കുട്ടി തന്നെത്താനെ മെഡിക്കൽ ഫീൽഡിൽ തന്നെ അവൻ +2 എന്തോ ചെയ്യുന്നു, അവൻ അവൻ്റെതായ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. സോ അവന്റെ അച്ഛൻ ഇത് സർജനാണ്, മറ്റേ ഓട്ടോപ്സി ഒക്കെ ചെയ്യുന്ന സർജനാണ്, പോസ്റ്റ്മോർട്ടം അതിന് മാത്രമുള്ളത് ആളാണ്. അപ്പൊ പുള്ളി ഒരു വിചാരിച്ചിട്ടുണ്ട് മകൻ എന്താവണം എന്നുള്ളത്. അതിലൂടെ കുട്ടി പോവാതെ ഇവൻ എന്തോ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ അത് എക്സ്റ്റേണലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസോ എന്തോ കണ്ടുപിടിക്കുന്ന രീതിയിൽ എന്തോ ചെയ്യുവാണ്. അപ്പൊ അത് വന്ന് ഇയാള് ഫുൾ നശിപ്പിച്ചു കളയുന്നു. കൊച്ചു ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്നു. ആ ഒരു ഡിസ്കറേജ്മെന്റ് അവരെ, അല്ലെങ്കിൽ ഇത് ഡോണ്ട് കെയർ എന്നുള്ളത് വളരെ കുറവ് ആളുകളിലേ കാണുള്ളൂ ഈ സമയത്ത്. ഈ സമയത്ത് ഇവരെ ആരെങ്കിലും ഡൗൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും. ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ അവർക്ക് ഷൈനസ്, കളിയാക്കുമ്പോൾ ഈവൻ പിയർ ഗ്രൂപ്പിൽ തന്നെ ഫ്രണ്ട്സ് തന്നെ എന്തെങ്കിലും പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കുമ്പോൾ അതും അവരെ ഈസിലി അഫക്ട് ചെയ്യും. കോൺഫിഡൻസ് കുറയും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും അവരുടെ സെൽഫ് കോൺഫിഡൻസ് സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു സമയമാണ്. അത് ആസ് എ പാരന്റ് നമുക്ക് ചെയ്യാനായിട്ട് ശരിക്കും പറ്റണം. കാരണം ആ സമയത്ത് ടീച്ചർമാരുമായിട്ട് ഇതുപോലുള്ള ബോണ്ടിങ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവണമെന്നില്ല. അപ്പൊ അത് ആ ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം ഇവർക്ക്. ഇവരെല്ലാരെയും ഇങ്ങനെ ഈ രീതിയിലുള്ള ഡിസ്കറേജ്മെന്റും സംശയങ്ങളും ഡൗട്ടും ഒക്കെ വരുമ്പോഴേക്കും ഇവർക്ക് പലതും ചെയ്യാനായിട്ട് ഒരു സംശയത്തോം. നമ്മൾ പറഞ്ഞത് പറയാം, മോണ്ടിസോറി ഇൻകേപ്പബിൾ ആയിരുന്നു ഈ ഒരു ടൈമില് എഡ്യൂക്കേഷൻ ഡിസൈൻ ചെയ്യാണ്. എന്നാലും അവരുടെ ചില ഒബ്സർവേഷൻസ് അവര് നോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ താഴെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് നീഡ്സ് എന്തൊക്കെയാണ്, ഈ ഒരു ഏജ് 12 to 18 years എന്തൊക്കെയാണ് നീഡ്സ് എന്നുള്ളത് 2-3 പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഇന്ന് തീർക്കാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ റീഡ് 2 നീഡ്സ്. ആരെങ്കിലും ഈ 2 നീഡ്സ് ഒന്ന് വായിക്കാമോ? ഈ ഒരു ഏജില് കുട്ടികൾക്ക് വേണ്ടുന്ന ഏത് ഏരിയയിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ട്, നീഡ്സ് എന്തൊക്കെയാണ്, വാട്ട് ഓൾ ദ നീഡ്സ് ഫ്രം ഡിഫറെന്റ് ഏരിയ. Need for intellectual task. Maria Montessori also felt that adolescents respond well to intellectual tasks. They like to reason and discuss conceptual ideas. They attain conclusion based on evidence. They are interested in discussing moral and spiritual issues. Explain ചെയ്യണം മിസ്. രണ്ടാമത്തെ വായിക്കണം, നമുക്ക് ഒരുമിച്ച് പറയാം. Need for academic knowledge. Montessori saw the need and benefits of academic knowledge and creative study for adolescents. She was concerned with the right methodology for imparting knowledge. She felt that education must be broad and complete. Okay, so first one, need for intellectual task. Intellectual, നമ്മളുടെ ബുദ്ധി, ക്രിയേറ്റിവിറ്റി എല്ലാം അതിനകത്ത് വരും.
അഡോളസൻസ് ശരിക്കും അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യണം എന്ന് പറയാ. കാരണം വെച്ചാൽ ഈ ഒരു പ്രായത്തിലായിരിക്കും ഇവരുടെ അക്കാദമിക്സിലൂടെ കരിയർ ഏതായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ചില കുട്ടികൾ ടെക്നിക്കലായിട്ട് പല കാര്യങ്ങളും ചെയ്യും. അതാണ് 7th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ടെക്നിക്കൽ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തത്. 7th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ടെക്നിക്കൽ സ്കൂളുകളുണ്ട്. 7th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോഴേക്കും ഏകദേശം 12 years 13 years ആ ഒരു ടൈമാണല്ലോ. അപ്പൊ ടെക്നിക്കലി നല്ല രീതിയിൽ പോകുന്ന കുട്ടികളെ ആ ഒരു രീതിയിലേക്ക് തിരിച്ചു വിടും. ഇവര് പല ക്രിയേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യും. ചിലപ്പോൾ ഡ്രോയിങ് ആയിരിക്കും, അങ്ങനെ ആ ഒരു ഡിസൈൻ. ഇപ്പൊ എന്റെ മകൻ നല്ല വരയ്ക്കും, പക്ഷെ അവന്റെ ഡ്രോയിങ് എന്ന് ഒറ്റ വരയാ, മാറ്റലും ഇല്ല. കറക്റ്റ് ഒരു പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ, പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫേസ് വരയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഒറ്റ വരയായിട്ട് വരയ്ക്കും. ഒരു കാറോ ഒരു ജീപ്പോ, അവിടെ മായ്ക്കലൊന്നുമില്ല. അപ്പൊ അവനെ സംബന്ധിച്ച് മേ ബി അവന് ഡിസൈൻ ആർക്കിടെക്ട് അങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കും ശരിയാവുക. പക്ഷെ അതൊന്നും നമ്മളിപ്പോ പറഞ്ഞിട്ടൊന്നുമില്ല, ലെറ്റ് ഹിം ഡിസൈഡ് എന്നുള്ള രീതിയിൽ. പക്ഷെ ഒറ്റ വരെയാണ് ആളുടെ, മായ്ക്കലൊന്നുമില്ല. അതൊരു പെർഫെക്ഷനും ആയിരിക്കും വരച്ചു കഴിയുമ്പോഴേക്കും. ഓരോ കുട്ടികളുടെ ആ ഒരു ഇന്റലക്ച്വൽ ടാസ്ക് അത് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ആ മൂവിയിലെ ആ ഒരു എന്ന് പറഞ്ഞ ആ കുട്ടി അവൻ ഡിസൈൻ ചെയ്യുമായിരുന്നു. അവൻ അങ്ങനെയുള്ള ഒരു ഇലക്ട്രോണിക് ചിപ്പോ അങ്ങനെ എന്തോ കണ്ടുപിടിക്കാനായിട്ട് നോക്കുമായിരുന്നു. ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ, ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നാണല്ലോ പലപ്പോഴും ഹാർട്ടിന് ഇഷ്യൂസ് വരുന്നത്. അത് പുറത്തു നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു നല്ല രീതിയിലൊരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന രീതി എന്നുള്ള രീതിയിൽ ചെയ്തായിരുന്നു. അപ്പൊ അതിനെല്ലാം നമ്മള് അവരെ സപ്പോർട്ട് ചെയ്യണം. അതാണ് ആ ഒരു ഇന്റലക്ച്വൽ ടാസ്ക്. അത് അവരാ ക്രിയേറ്റിവിറ്റി വരുമ്പോൾ അവരെ ബൂസ്റ്റ് ചെയ്ത് വിടുക. പിന്നെ അവരുടെ ഐഡിയാസ്, പലപ്പോഴും പല രീതിയിലുള്ള ഐഡിയാസ് അവർ പറയും, അതെല്ലാം ഡിസ്കസ് ചെയ്യുക. നമ്മൾക്കത് അവർക്ക് എവിടെന്നെങ്കിലും മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ആ സോഴ്സസ് ഉപയോഗിക്കാം. പിന്നെ അവർ പലപ്പോഴും കൺക്ലൂഷനിലെത്തും. മീൻസ് അവർക്ക് ശരിയായ രീതിയിലുള്ള എവിഡൻസ്, ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടുകൊണ്ട് അവർ കൺക്ലൂഡ് ചെയ്യില്ല. അവർക്ക് ഫീൽ ചെയ്തു ദിസ് ഇസ് ദ കറക്റ്റ് മെത്തേഡ് എന്നുള്ള രീതിയിൽ കൺക്ലൂഡ് ചെയ്യുക. ആ രീതിയിൽ അവർക്ക് വരണം. പിന്നെ പലപ്പോഴും പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ അവർക്ക് താല്പര്യമായിരിക്കും. മോറൽ കാര്യങ്ങളും സ്പിരിച്വൽ കാര്യങ്ങളും. കുട്ടികൾ ഇങ്ങനെ പലപ്പോഴും ഒരു സോഴ്സിന്റെ ഒരു പവർ നമുക്കുണ്ട്, അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും. ചിലപ്പോൾ അതിൽ വിശ്വസിക്കാത്തവരുണ്ടാവും, അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും. ആ ഒരു ഇത് പലതും സയന്റിഫിക് ആണെന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ടാവും. അവരിതുപോലെ ബ്ലൈൻഡ് ബിലീഫിലേക്കൊന്നും പോകാതെ സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. മോറൽ വാല്യൂ അത് ഭയങ്കരമായിട്ട് അവർ കീപ്പ് ചെയ്യും. അത് ആവശ്യമാണ്. പിന്നെ നീഡ് ഫോർ അക്കാദമിക് നോളജ്, അറ്റ് ദ സെയിം ടൈം അവർക്ക് അക്കാദമിക് നോളജ് ആവശ്യമാണ്. എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. പിന്നെ ക്രിയേറ്റീവ് സ്റ്റഡി ആയിരിക്കണം. ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രം അങ്ങ് ഡിവോർ ചെയ്യാതെ പലതും അതുമായിട്ട് കണക്ട് ചെയ്യുന്ന പലതും അവർ കൂടുതൽ റെഫർ ചെയ്യണം. അതായത് അവരുടെ വായനാശീലങ്ങളൊക്കെ നമ്മൾ കൂട്ടുന്നു എന്ന് പറഞ്ഞില്ലേ. റൈറ്റ് മെത്തഡോളജി, അതായത് നോളജ് കൊടുക്കുന്നതിന്റെ റൈറ്റ് മെത്തഡോളജി, അത് എപ്പോഴും അറിയാം. ചെറിയ കുട്ടികളിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ വെറുതെ ഒരു പുസ്തകത്തിനുള്ളിൽ ഒതുങ്ങാതെ അത് വളരെ ബ്രോഡ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. നല്ല വൈഡൻ ആയിട്ട് തന്നെ എഡ്യൂക്കേഷൻ പോകണം ആൻഡ് കംപ്ലീറ്റ്. അത് പൂർണ്ണമാകണം. എന്തെങ്കിലുമൊക്കെ പഠിച്ച് പോകുക അല്ലാതെ അത് കംപ്ലീറ്റ് ആയിരിക്കണം എന്ന് മറിയം മൻസൂർ പറഞ്ഞിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു ചാപ്റ്റർ തീരാറായിരിക്കും. ഒരു സെഷനിൽ ഒരു 30 minutes 20 minutes ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുഴുവൻ തീർക്കാനായിട്ട് പറ്റും. എനിക്ക് 30 ക്ലാസ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു 5 minutes കൂടെ എടുത്ത് നമുക്ക് വേഗം തീർക്കാമായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ഇത്രയും പറഞ്ഞതില് ടോപ്പിക്കിന്റെ കാര്യവും അല്ലാതെ നമ്മൾ കുറച്ച് എക്സ്ട്രാ വർക്കുകളുടെ കാര്യമൊക്കെ പറഞ്ഞു. ഓക്കെ അല്ലേ? ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അത് ക്ലാസ് റൂമിൽ കൊടുക്കും. പിന്നെ സൈൻ ഔട്ട് ഉണ്ടോ? യെസ് മാം, സൈൻ ഔട്ട് ചെയ്യാം. When you change your thoughts, remember to also change your world. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങൾ നിങ്ങളുടെ ലോകത്തെ തന്നെയാണ് മാറ്റുന്നത്. സൈൻ ഔട്ട് ബൈ പിങ്കി. താങ്ക് യു മാം. 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 താങ്ക് യു മാം.